ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ കാണിക്കുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മീഡിയ എന്തുകൊണ്ടാണ് ഇതിന് വേണ്ട പരിഗണന നൽകാത്തത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കോൺഗ്രസിൽ നിന്ന് ദീപ്തി മേരി വർഗീസ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം ദീപ്തി. ഞാൻ പറഞ്ഞ വിഷയം ഇതിലേറ്റവും പ്രധാനം വളരെ പ്രയാസപ്പെട്ടാണ് ഓരോ രേഖകളും ഓരോ തെളിവും രാഹുൽ ഗാന്ധി ശേഖരിച്ചത്. തെളിവുകൾ ശേഖരിക്കുക എളുപ്പമായിരിക്കില്ല. അത് തെളിവുകൾ ശേഖരിച്ചു, ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണം അതിന് ലഭിക്കുന്നുണ്ടോ ദീപ്തി? ഇപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞത് ദീപ്തിയും കേട്ട് കാണുമായിരിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മളിത് വിഷയമാക്കുന്നുണ്ട്. കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റ് ഇന്നത്തെ പ്രതികരണം നമ്മൾ കണ്ടു. ആ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ അവഗണിക്കുകയാണോ? ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ പരിശ്രമിക്കുകയാണോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളോ ദക്ഷിണേന്ത്യൻ മാധ്യമങ്ങളോ എടുക്കുന്ന ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് മറ്റുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മാധ്യമങ്ങൾ എടുക്കാത്തത് എന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടി കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇതൊരു പുതിയ പ്രതിഭാസമൊന്നുമല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏകപക്ഷീയമായി കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ, UPA ഗവൺമെന്റിനെതിരെ ഒക്കെ ഏകപക്ഷീയമായ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന, ഒരു തരത്തിലുള്ള വ്യാജ വാർത്തകൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് പലപ്പോഴും പരാതിയായിട്ട് ഉയർന്നിട്ടുമുണ്ട്. അപ്പോൾ സർക്കാർ അതിനെ, മോദി ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് മാധ്യമങ്ങളെ വിലക്കെടുത്തു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിയായി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കഴിഞ്ഞ 10-11 വർഷമായിട്ടുള്ള ആരോപണം ശരിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും സത്യവാങ്മൂലം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകാത്തത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യം. അത് അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി മേൽവിലാസം സഹിതം നൽകിയിട്ടുണ്ടല്ലോ. അപ്പം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോയി അന്വേഷിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കഴിയാതെ പോകുന്നത്? അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞത്, ഈ 1950 നമ്മൾ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ അന്ന് സുകുമാർ സെൻ ഇലക്ഷൻ കമ്മീഷനായിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ അന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ശൂന്യതയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇന്ത്യൻ ജനാധിപത്യമാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റമാണ് ഇന്ന് പൂർണ്ണമായും ഒരു ഗവൺമെന്റിന്റെ കീഴിൽ, അവരുടെ അധികാരപരിധിയുടെ കീഴിൽ അവർക്ക് തോന്നിയതുപോലെ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ മാത്രമല്ല, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ സ്വകാര്യ ഏജൻസിയായ വോയിസ് ഓഫ് ഡെമോക്രസി, ADR, ഇവരുടെയൊക്കെ അന്വേഷണ റിപ്പോർട്ട്, പഠന റിപ്പോർട്ട് പുറത്തു വന്നു. നമ്മളൊരു തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുറത്തു വരുന്ന വോട്ടുകളുടെ കണക്കുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു ദിവസം കഴിഞ്ഞ് കണക്കുകൾ പുറത്തുവിടും. പിന്നീട് കൃത്യമായിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു കണക്ക് പുറത്തുവിടും. ഈ കണക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പല ഫേസുകളായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5 കോടി വോട്ടുകളുടെ വ്യത്യാസം കാണുന്നുണ്ട്. ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ, പരാതി കൊടുക്കുന്നതിനെ പറ്റി ചോദിച്ചല്ലോ. ആരോടാണ് പരാതി പറയേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതി പറഞ്ഞാൽ എന്ത് പ്രയോജനമാണുള്ളത്? ഇത്രയും കാലം നമുക്ക് എത്രയോ അനുഭവങ്ങൾ, നമ്മുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ ഏകപക്ഷീയമായി രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നു, രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നു. എന്നാൽ നരേന്ദ്രമോദി പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നുവരെ ഒരു പരാതി ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വിരലനക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സംശയവുമില്ല എനിക്ക്.